മെയിൻ എഴുതുന്ന ഏതൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിൻ്റെയും സ്വപ്നങ്ങളിലൊന്നാണ് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച NITകളിൽ ആദ്യ 5-ൽ ഇടം പിടിച്ച സ്ഥാപനം കൂടിയാണ് കേരളത്തിൻ്റെ അഭിമാനമായ NIT കാലിക്കറ്റ്. 2023 NIRF റാങ്കിങ്ങിൽ 23-ാം സ്ഥാനത്താണ് NIT കാലിക്കറ്റ് ഉള്ളത്. ഏകദേശം 11 ബിടെക് പ്രോഗ്രാമുകളിലായി 909 സീറ്റുകളാണ് നിങ്ങളെയും കാത്ത് NIT കാലിക്കറ്റിലുള്ളത്. ഇന്ത്യയിലെ മൊത്തം NITകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്ന NIT ആണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. NIT കാലിക്കറ്റിനെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരമായ സ്ഥാപനമാക്കി മാറ്റുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ക്യാമ്പസാണ്, 2 ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റീസ്, ഇതിനെല്ലാം പുറമേ പ്ലേസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് NIT കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ലോകത്തിലെ ഭീമൻ കമ്പനികളായിട്ടുള്ള ആമസോൺ, സാംസങ്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളാണ് NIT കാലിക്കറ്റിൽ പ്ലേസ്മെൻറ്റിനായി എത്തുന്നത്. ഏകദേശം 197ഓളം കമ്പനികൾ കഴിഞ്ഞ വർഷം NIT കാലിക്കറ്റിൽ പ്ലേസ്മെൻറ്റ് ഓഫറുമായി എത്തിയിട്ടുണ്ട്. ഏകദേശം 1400ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തതിൽ 1200ഓളം പേർ പ്ലേസ്ഡായി എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 50 lakh പെർ ആനം ആയിരുന്നു 2023-ൽ. 2022-ൽ അത് 70 lakh പെർ ആനം ആയിരുന്നു. ഒരു വർഷം 70 ലക്ഷം രൂപ സാലറി. ഓക്കെ, ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 14 lakh പെർ ആനം ആയിരുന്നു. ഇനി നമുക്ക് NIT കാലിക്കറ്റിലെ പ്രധാനപ്പെട്ട ബിടെക് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നും അതിലെ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് അനുസരിച്ച് ക്ലോസിംഗ് റാങ്ക് എത്രയാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. NIT കാലിക്കറ്റ് ഓഫർ ചെയ്യുന്നത് ബിടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, BArch ഉണ്ട്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആൻഡ് ബിടെക് ഇൻ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്രയും ബിടെക് പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ മറ്റ് NITകളിലെ പോലെ തന്നെയാണ് ഏറ്റവും ഡിമാൻഡിങ് ആയത് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 6009 ആയിരുന്നു. അതേസമയം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 17445 ആയിരുന്നു ക്ലോസിംഗ് റാങ്കിങ്ങിൽ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അത് 10894 ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ JEEയുടെ ആൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. ബാക്കിയുള്ള ബ്രാഞ്ചുകളുടെ ക്ലോസിംഗ് റാങ്കുകൾ നിങ്ങൾക്കിവിടെ കാണാം. സോ പറഞ്ഞു വന്നത് NIT കാലിക്കറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും. ഓൾ ദി വെരി ബെസ്റ്റ്.